ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ചെറിയൊരു രൂപമായിട്ട് കരുതി ചെറുതായിട്ടൊന്ന് മുട്ടയൊക്കെ അടിച്ചിട്ടോ. വേനൽക്കാലല്ലേ, താരന്റെ ഭയങ്കര ശല്യം. അപ്പോൾ ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒന്നുകൊണ്ട് മുട്ട അടിച്ചു. അതുകൊണ്ട് ഇപ്പോൾ നല്ല സുഖം, നല്ല കൂളിങ്. അപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നതേ, ഞാനിപ്പോ കൊച്ചിനെ കൊണ്ട് പാലക്കാട് ഒലോക്കോട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരിക. ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ അവിടെ ആൾക്കാരെ കാണാത്തത് കൊണ്ട് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ ചെയ്യാത്തതാണ്. അതായത് നമ്മളുടെ ഈ പാലക്കാട് മണ്ണാർക്കാട് റോഡില് പന്നിയമ്പാടത്തിന്റെയും സീനായുടെയും കൂടെ ഇടയില് നമ്മുടെ ഭാരത് പെട്രോൾ പമ്പ് തൊട്ട് താഴെ മഹീന്ദ്രയുടെ ഷോറൂം, അവിടെ ഈ വളവിലായിട്ട് ഒരു എ ഫ്രെയിം ഹട്ട്, ഒരു എ ഫ്രെയിം വരുന്നുണ്ട്. എ ഫ്രെയിമിലുള്ള ഒരു ഓഫീസാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട്, പക്ഷെ അതിന് അതിന്റെ അധികാരികളെ ആരെയും അവിടെ കാണാറില്ല. അതുകൊണ്ടാണ് അതിന്റെ ഉള്ളിൽ പോയി വീഡിയോ എടുക്കാത്തത്. എന്താണെങ്കിലും ഞാനത് പണി നടക്കുമ്പോൾ അതിൽ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് കേട്ടോ ആ ഷോപ്പ്. കാരണം ഇതിന്റെ റൂഫെല്ലാം ചെയ്തിരിക്കണത്, റൂഫില് വി ബോർഡ് അടിച്ചിട്ട് അതിന്റെ മുകളില് നമ്മുടെ ഷിംഗിൾസ് മാതിരിയുള്ള മാറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഷീറ്റൊക്കെ ഒട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ പണിക്കാരോ ആരും തന്നെ ഇല്ല. എന്നാലും ഒരു ഓഫീസ് മാതിരിയുള്ള ഒരു സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. പുറത്ത് ഇപ്പോ മുഴുവൻ വാളിലടിച്ചിരിക്കുന്ന എല്ലാം മരമാണ്. അതിന് പോളിഷും കൂടെ ചെയ്ത സംഭവം കാണാൻ സൂപ്പറായിരിക്കും. ഉള്ളിലെല്ലാം വീബോണിന്റെ എല്ലാം വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് നമ്മളെ ഒരുവിധമൊക്കെ ആൾക്കാര് ചെലവ് ചുരുക്കിയിട്ട് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഇന്നത്തെ ജനറേഷനിൽ പലരും ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വേറെ ഒരു വിഭാഗം ചിന്തിക്കുന്നത് ഇത് എത്ര നാള് നിൽക്കും, എത്ര കാലം കംപ്ലൈന്റ് കൂടാതെ നിൽക്കും, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ടെറസ് വീട് പണിയുന്നത് വർഷാവർഷം മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് തേപ്പ് പൊളിഞ്ഞു പോരും, അതേപോലെ വിള്ളല് വരുന്നുണ്ട്, പിന്നെ മഴ പെയ്യുമ്പോൾ ചോർച്ച കാര്യങ്ങള് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോ നമ്മൾ ആ ഒരു ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അതിനെക്കാളും എല്ലാം ബെറ്റർ ഓപ്ഷനും മെയിൻ്റെനൻസ് കുറവുള്ളതെല്ലാം ഇങ്ങനെയുള്ള സ്ട്രക്ചർ വീടുകളൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും ഓക്കെ, കൊച്ചിനെ കൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.